നിലമ്പൂരിനടുത്തുള്ള കരിമ്പുഴ വന്യജീവി സങ്കേതത്തിന്റെ പ്രവേശന കവാടമാണ് ഈ കാണുന്നത്. പ്രകൃതിദത്ത മാതൃകയിൽ രൂപകൽപ്പന ചെയ്ത മനോഹരമായ ഈ പ്രവേശന കവാടം കടന്ന് ഇരുവശവും ഇടതൂർന്ന വനത്തിന് നടുവിലൂടെ നീണ്ടുകിടക്കുന്ന റോഡ്. അതിമനോഹരമായ പ്രകൃതി സൗന്ദര്യത്താൽ മനോഹരിയായ ഈ വന്യജീവി സങ്കേതത്തിലൂടെയുള്ള യാത്ര ഞങ്ങൾ തുടർന്നു. സമൃദ്ധമായ ജൈവ വൈവിധ്യവും പ്രകൃതി സൗന്ദര്യവും ഒത്തുചേർന്ന ഇവിടം കേരളത്തിലെ മറ്റ് 17 വന്യജീവി സങ്കേതങ്ങളിൽ നിന്നും വ്യത്യസ്തമായ കാഴ്ച അനുഭവങ്ങളാണ് സമ്മാനിക്കുന്നത്. ഈ റോഡിന്റെ ഇരുവശവും ഇറങ്ങി ഫോട്ടോഷൂട്ട് നടത്താനൊക്കെ പറ്റിയ സ്ഥലമാണ്. മലപ്പുറം ജില്ലയിലെ ആദ്യ വന്യജീവി സങ്കേതമാണ് കരിമ്പുഴ. വംശനാശ ഭീഷണിയുള്ള ഒട്ടനവധി വന്യജീവികളുടെ ആവാസ കേന്ദ്രം കൂടിയായ ഇവിടെ മനുഷ്യസ്പർശമേൽക്കാത്ത പ്രദേശങ്ങളാണ് പ്രധാന ഹൈലൈറ്റ്. ഏഷ്യയിൽ തന്നെ അവശേഷിക്കുന്ന ഗുഹാവാസികളും അതിപുരാതന ഗോത്രവർഗക്കാരുമായ ചോല നായ്ക്കരുടെ വാസസ്ഥലം ഇവിടെയാണ്. കാടിന് നടുവിലൂടെ ഒഴുകുന്ന കരിമ്പുഴയാണ് ഇത്. മനുഷ്യസ്പർശമേൽക്കാത്ത ഒരു കാട്ടാറ്. ഒട്ടനവധി സഞ്ചാരികൾ പുഴയിലിറങ്ങി കുളിക്കുന്നുണ്ട്. ഇവിടെ ഇറങ്ങാനോ കുളിക്കാനോ പാടില്ലെന്ന് മുന്നറിയിപ്പ് ബോർഡുകൾ ഉണ്ടെങ്കിലും അത് ചെവിക്കൊള്ളാതെ ഒട്ടനവധി പേർ പുഴയിലിറങ്ങിയിട്ടുണ്ട്. മുമ്പ് പല മുങ്ങിമരണങ്ങളും ഈ പുഴയിൽ നടന്നതുകൊണ്ടാണ് മുന്നറിയിപ്പ് ബോർഡുകൾ അധികാരികൾ സ്ഥാപിച്ചിട്ടുള്ളത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇവിടുത്തെ ഫോറസ്റ്റ് എഞ്ചിനീയറായിരുന്ന ഡോസൺ സായിപ്പിന്റെ കല്ലറ ഇവിടെയുണ്ട്. നേരത്തെ നമ്മൾ കണ്ട കരിമ്പുഴയിൽ കുളിക്കാൻ ഇറങ്ങിയപ്പോൾ ഒഴുക്കിൽപ്പെട്ടാണ് ഡോസൺ സായിപ്പ് മരണപ്പെട്ടത്. അദ്ദേഹത്തിന്റെ സ്മരണ നിലനിർത്താൻ വേണ്ടി മനോഹരമായ കല്ലറ കെട്ടി ഇവിടെ ഒരുക്കി വെച്ചിരിക്കുകയാണ്. ഇവിടെ നിന്നും കുറച്ചു ദൂരം കൂടി മുന്നോട്ട് നടന്നപ്പോൾ പണ്ടുകാലത്ത് ആനകളെ മെരുക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ആനപ്പന്തി ശ്രദ്ധയിൽപ്പെട്ടു. ഒരേ സമയത്ത് 3 ആനകളെ വരെ മെരുക്കാൻ ഇവിടെ ഉപയോഗിച്ചിരുന്നു. ഇപ്പോൾ ഈ ആനപ്പന്തി ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. 1931 ഈ ആനപ്പന്തി പണിതിരിക്കുന്നത്. 40ഓളം ആനകളെ ഇവിടെ മെരുക്കിയിട്ടുള്ളതായി ഇവിടെ തന്നെ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. കേരളത്തിൽ അവസാനമായി നിലവിൽ വന്ന വന്യജീവി സങ്കേതം എന്ന വിശേഷണം കൂടി കരിമ്പുഴ വന്യജീവി സങ്കേതത്തിനുണ്ട്.